അപ്പൊ ഇവര് പറഞ്ഞു എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തത്, ആരെയാണ് പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇവരുടെ ചുവട് പിടിച്ച് നമ്മൾ ഇവിടെ ഒരു പ്രപ്പോസൽ സീൻസ്, ഇങ്ങനെ പുതിയ പുതിയ പ്രപ്പോസൽ സീൻസ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനൊക്കെ ഇവിടെ അർജുനാണല്ലോ പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസിലെ ഭർത്താക്കന്മാരായിരിക്കും പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. ഭർത്താക്കന്മാർ റെഡിയല്ലേ? റെഡിയല്ലേ? ഇവര് പ്രപ്പോസ് ചെയ്യേണ്ടത് മറ്റൊരാളുടെ ഭാര്യയാണ്. ഇപ്പൊ സന്തോഷം. നിസാറിക്കട മുഖം, നിസാറിക്കട മുഖം, നിസാറിക്കട മുഖം അല്ലേ കിട്ടിയേ? അതുകൊണ്ട് തന്നെ നിസാറിക്ക ആയിരിക്കും നമ്മൾ ആദ്യം വിളിക്കാൻ പോകുന്നത്. ഇവിടെ ഇവിടെ ഒരു റോസാപ്പൂ കിടന്നല്ലോ. റോസാപ്പൂ കൊടുത്തുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ, ആ കുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിസാർക്ക. ഇതാണ് റോസാപ്പൂ. ഓക്കെ, ആളാരാണെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടോ? സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പൊ എന്റെ പെണ്ണിനെ എന്തായാലും വേണ്ടല്ലോ. അത് വേണ്ട, അവളെനിക്ക് വേണ്ടല്ലേ. ഞാൻ ഈ ഫ്ലോറില് ആദ്യമായിട്ട് അവള് വന്നപ്പോഴേ എന്റെ മനസ്സിൽ തുടങ്ങുവാണോ അതോ ബിൽഡപ്പ് ആണോ? അപ്പൊ അവൾ ആദ്യമായിട്ട് ഈ ഫ്ലോറിൽ ഞാൻ കണ്ടപ്പോ എന്റെ മനസ്സിലൊരു ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ പ്രണയത്തിന്റെ. വീണ്ടും വീണ്ടും അവളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്നപ്പോ വീണ്ടും വീണ്ടും മിക്കപ്പോഴും കണ്ടപ്പോ അതൊരു വലിയ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു വെടിക്കെട്ട് പോലെ വലിയ പൊട്ടലായി മാറി. അപ്പൊ ഈ ഒരു അവസരം തന്നതിന് വലിയൊരു സന്തോഷം എനിക്ക് പറഞ്ഞു. അത് മനസ്സറിഞ്ഞ് പെരുമാറുന്നവരാണ് ഇവിടുത്തെ ഓരോരുത്തരും. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. വിളിച്ചു നിർത്തിയിട്ടാണ്. ആദ്യം ഒരു പൊട്ടലിലും ചീറ്റലിലും തുടങ്ങി, ഇന്നിപ്പോ മനസ്സിൽ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നടത്താൻ കാരണക്കാരിയാക്കിയ ആ സുന്ദരി ഏതാ? സുന്ദരി ഡോണ. അജിത്തെ, കാമുകിമാരുടെ എണ്ണത്തിൽ ഓർമ്മ കുറവല്ലേ പറഞ്ഞു ഡോണയോട്? അല്ലേ? ദൈവമായിട്ട് തന്നതാ. പണ്ടൊക്കെ പിന്നായിരുന്നു, ഇപ്പൊ പെട്ടതാ. ഡോണ പ്ലീസ് കം. അത് ഇടയിൽ നിന്ന് മാറി. എന്താ ജീവ അങ്ങോട്ട് മാറി നിക്ക്. ഇത് മിക്കവാറും തോട്ടി പോകും. നിന്റെ ഈ ഭർത്താവിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ നാട്ടിലെ വലിയൊരു കോഴിയാണെന്നാണ് എല്ലാരും പറയണത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അവനൊരു കാടയാണ്. 1000 കോഴിക്ക് അരക്കാട. അപ്പോ അതുപോലൊരു ഈ മണഗുണാച്ചന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ നിന്റെ മുമ്പിൽ ഒരു കാര്യം ചോദിച്ചു. Will you marry me? എന്താണ് എനിക്ക് അജിത്തിനോട് ചോദിക്കേണ്ടത് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ നൈമിഷികമായ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല. എന്താണ് അജിത്തിന്? അല്ല, ഇതിപ്പോ ജസ്റ്റ് ഒരു ആക്ട് ഇങ്ങനെ കണ്ടാ മതി. ആക്ട് അല്ല, ജീവിക്ക് പറഞ്ഞവളാണ്. എനിക്ക് ആക്ടായിട്ട് തോന്നിയില്ല, എനിക്കത് ആക്ടായിട്ട് തോന്നിയില്ല. കിട്ടിയ ഒരു അവസരം മുതലാക്കി. ഇക്കാക്ക് പണ്ടൊരു നോട്ടം ഉണ്ട് അവളുടെ വേണ്ടി, പലപ്പോഴും എത്തിക്കാറുണ്ട്. ഇത്ത പറയട്ടെ, ശരിയല്ലേ? എപ്പോഴും ഒരു നോട്ടമുള്ള. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇക്കാടെ മനസ്സിൽ ഇങ്ങനെ ഒരു മകളാവുള്ള പ്രായമുള്ളവർക്ക് നിങ്ങളെ കേട്ടോ. അതിലൂടെ ഇക്കയ്ക്ക് എത്ര പ്രായമെന്ന് അജിത്ത് വ്യക്തമാക്കുന്നില്ല. അത് ഞാൻ എടുത്തു പറയട്ടെ. പിന്നെ കൊതുകിനും കാണൂലോ, അത് കുഴപ്പമില്ല. ഞാൻ പകരം വീട്ടാനുള്ള ഒരു അവസരം അജിത്തിന് കൊടുക്കാൻ പോവാ. സത്യം പറയാൻ ഞാൻ ഇവിടെ പറഞ്ഞപ്പോഴല്ല, ഞാൻ ഈ ടിക്ടോക്ക് തുടങ്ങിയ കാലം തൊട്ട് എന്റെ മനസ്സിലോട്ട് ഇങ്ങനെ അവളെ എനിക്ക് പറയാൻ പറ്റത്തില്ല.
ഇവിടെ വന്ന സമയത്തുണ്ടല്ലോ നോക്കിയപ്പോ ആ സുന്ദരി ഉണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ മിസ്റ്റർ മിസ്സസ് എങ്ങനെയും കയറി പറ്റിയേ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും വന്നു തന്നെ. ഓക്കെ. ഓരോ ദിവസം കഴിയും തോറും അവളോടുള്ള പ്രണയം എന്റെ സാറേ പറയാൻ വാക്കുകളില്ല. തുളുമ്പി എനിക്ക് പറയുമ്പോ എന്റെ ഹാർട്ടൊക്കെ അങ്ങോട്ട് കണ്ടോ. അതേ രോമാഞ്ചം കണ്ടോ? ഇത്രയും രോമാഞ്ചം ഉണ്ടായിരുന്നേ ഞാൻ ഈ കൂടെ പോവാ. ഈ അക്ഷരം പെട്ടത് ഇതിന്റെ മറുപടി ബാക്കി ഞാൻ പിന്നെ പറയാം. അജിത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ വേറൊരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. കാര്യമായിട്ട് അജിത്തിനൊരു രോമാഞ്ചം ഇല്ല. ഇവിടെ പോയാൽ പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എങ്ങനെ പറയണം, എവിടെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല. ഒരു സെക്കൻഡ് അതിന് മുമ്പേ ആ ഗ്ലാസ് നേരം ഒരു സെറ്റപ്പിന് വേണ്ടിട്ടാ. രാജാവല്ലേ? കാരണം ഹസ്ബൻഡിന്റെ മരമൊത്ത കണ്ടല്ലോ, ഇത് വെക്കുവാണല്ലേ, അതുകൊണ്ടാട്ടോ. അജിത്ത് കംപ്ലീറ്റ് പ്രിപ്പയർഡ് ആണ്. അജിത്തെ ആരാണ് അജിത്തിന്റെ മനസ്സിന്റെ സ്നേഹം? എനിക്ക് പോടെ വളരെ പോ മതി. ഞാനിപ്പോ ഇത് അവൾക്ക് കൊടുക്കാൻ പോവാ. എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കൊടുത്താൽ മാത്രം പോരാ, കൊടുത്തിട്ട് മനസ്സിലുള്ള ആ സ്നേഹം പറയും കൂടെ വേണം. ഞാൻ ഇത്ര ആയില്ലേ? तो ये जाना सन അവിടുന്ന് ഞാൻ വന്ന് ഇവിടെ വന്ന് തണിട്ട് ഇങ്ങനെ കിടന്നപ്പോ നോക്കാൻ പറഞ്ഞില്ലല്ലോ എന്നോട്. ഇങ്ങനെ കറക്കിയതേ ഞാൻ പോവാ. ഞാനെന്ത് ചെയ്യാനാ? ഈ അജിത്തിന് രോമാഞ്ചം ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് തോണ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ജീവ, ഞാൻ ചെറിയൊരു പഴഞ്ചൊല്ല് പറയാം. കാത് കുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും. അതല്ല ജീവ, ഞാൻ ആലോചിക്കുന്നത്, ഞാനും എന്തൊക്കെ ആലോചിക്കുന്നുണ്ട്. അജിത്തിന്റെ നെഞ്ചത്തിരിക്കുന്നത് ആരുടെ കൂളിംഗ് ഗ്ലാസ് ആണ്? ഭർത്താവിന്റെ കൂളിംഗ് ഗ്ലാസ് നീ കൊണ്ടുപോയി പ്രപ്പോസ് ചെയ്യണത്. ഒരിക്കലും വിചാരിച്ചില്ല ഇത് ആ വഴി വരുന്നത്. അല്ല DP, പാവം മീത്തവിടെ ഒറ്റക്കിരിക്കല്ലേ? റെഡ് വൈറ്റ് വൈറ്റ് റെഡ്, റെഡ് വൈറ്റ് വൈറ്റ് റെഡ്. റെഡ് വൈറ്റ് വൈറ്റ് റെഡ്, വൈറ്റ് റെഡ്, റെഡ് വൈറ്റ്. നല്ല കൈഡുണ്ട് DPക്ക്. രാജാവിനെ പ്രപ്പോസ് ചെയ്യാൻ മനസ്സ് വെമ്പുന്നുണ്ടോ? എനിക്ക് ആകെ ഇപ്പം എന്താ ഫീലിംഗ് എന്ന് എനിക്ക് അറിയില്ല. ഒരു മിനിറ്റ്, മനസ്സ് തുറക്കാനുള്ള അവസരം ഞാൻ തരാം. തൽക്കാലം നിങ്ങൾ 4 പേര് പോയേ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് മീത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. മീത്തിന്റെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നി പറയുന്നുണ്ട്. ആർക്കോ ലോട്ടറി അടിച്ച പോലെ കാണുന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിലും അതല്ല, ഉള്ളിലെ സ്നേഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മീത്തെ, ഇത് ദൈവം തന്നാണ് ഉള്ളിലുള്ള സ്നേഹം. നോക്കിയേ, ദേവത. ദേവത ഏതോ പന്തലിന്റെ കൊടുത്തതേ ഉള്ളൂ. അത് വിട്. ക്രിസ്മസിന്റെ അലങ്കാരത്തിന് വെച്ച പന്തലിന്റെ ഡ്രസ് എടുത്ത അങ്ങനെയല്ല DP. ഉള്ളിലെ ആ സ്നേഹം വാക്കുകളിലൂടെ പറയാനുള്ള ഒരു അവസരമാണ്. റൊമാൻസിന്റെ രാജകുമാരനാണ് എന്ന് ഇന്ന് തെളിയിക്കാൻ പോവുകയാണ്. ആँखों से तूने ये क्या कह दिया, दिल है दीवाना धड़कने लगा. ഇനി ഇതിന്റെ മലയാളം റൊമാൻറ്റിക് ആയിട്ടെന്ന് പറഞ്ഞുതരാം. ഈ സുന്ദരി കണ്ണിനെ കൊണ്ട് എന്താണ് എന്നോട് ഇപ്പൊ സംസാരിച്ചത്? എന്റെ ഹൃദയം ഇങ്ങനെ കണ്ണിനെ കൊണ്ട് എന്താണ് സംസാരിച്ചത്? ആँखों से तूने ये क्या कह दिया, दिल है ये दीवाना धड़कने लगा. ഈ പ്രേമിയുടെ ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേമി
ഹലോ എന്താ ഇതിലൊരു അസൂയ മണക്കുന്നുണ്ടല്ലോ? കാര്യമായിട്ട് ഞങ്ങളുടെ ചെറുക്കനെ ക്രോസ് സ്ഥാനം ചെയ്തു. ഇവിടെ ഭർത്താക്കന്മാർക്കില്ലാത്ത കേട്ടോ. പിന്നെ ചോദിക്കാൻ പറയാനുള്ള ആളുണ്ട്. അന്തർധാര സജീവമാകുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഒരു മ്യൂസിക്, അതിലൂടെ മനസ്സ് തുറക്കണം. ഓക്കെ, എല്ലാം കഴിഞ്ഞ് നേരെ മീത്ത് പുറകെ പോയപ്പോ മാത്രമേ മീത്ത് എവിടെ GP. ഇനി GPക്കുള്ള അവസരമാണ്. ഇതിൽ നമ്മൾ ഒരുപാട് പ്രപ്പോസൽ സീൻസ് നമ്മൾ കണ്ടു. GPക്ക് മനസ്സുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ആ ഉള്ളിലെ ആ ഒരു സ്നേഹം, ആ പ്രപ്പോസലിലൂടെ വന്ന് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത് ആരുടെ GP? സർപ്രൈസ് എലമെന്റ് എനിക്ക് അജിത്തായിരുന്നു. ഞാൻ അജിത്ത് ഇത്ര അടുത്ത് പോകുന്ന വിചാരിച്ച് അതൊരു ഗംഭീര സംഭവമായി പോയി. പക്ഷെ സ്കോർ ഇത് എന്തൊക്കെ പറഞ്ഞാലും മീത്താട്ടോ. ആ ഒരു ചെറിയ സമയം കൊണ്ട് അവൻ ഹിന്ദി പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ കാര്യമായിട്ട് തിരക്കടില ഡാൻസ് ചെയ്തു. നല്ല എനിക്ക് 3 പേരില് ആ ഒരു നിന്നിൽ കുറച്ചൊക്കെ അതുണ്ട്. രൺവീർ സിംഗ് കേക്കണ്ട. അർജുൻ, സൗഭാഗ്യ, എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ നടന്ന സംഭവപരമായ ഒരു മുഹൂർത്തം? നിങ്ങൾക്ക് ആരുടെ പ്രപ്പോസൽ സീനാണ് ഇഷ്ടപ്പെട്ടത്? നിങ്ങൾക്ക് രണ്ടും ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഈ സെക്കൻഡ് സംഭവം ഇത്രയും എക്സ്പാൻഡ് ചെയ്തൊക്കെ പറയുന്നു ഒട്ടും പ്രതീക്ഷയില്ല. ഫസ്റ്റിൽ തന്നെ കംപ്ലീറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. സെക്കൻഡ് വന്നപ്പോൾ അതിനേക്കാളും ബെറ്ററായി. ഇതിൽ ഡാൻസ് ഇൻവോൾവ് ആയപ്പം ഭയങ്കര കിടിലം, നല്ല രസമുണ്ട്. ആരാണ് GP? ആരാണ്? എനിക്ക് 3 പേരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മീത്ത് തന്നെയാണ്. താങ്ക് യു. അല്ല, ഈ ഒരു പ്രപ്പോസൽ സീനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ശരിക്കും ആ ആഘോഷി തൂനെ ക്യാ കഹ ദിയ എന്നൊക്കെ പറഞ്ഞപ്പോ വെരി ഗുഡ്. മനസ്സിൽ ലഡു 2 പൊട്ടുന്നുണ്ട് ഇവിടെ. സമ്മാനം വേണ്ടേ? എന്തായാലും വെറുതെ വിളിച്ചല്ല, മീത്തിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഉഗ്രൻ സമ്മാനം നമ്മൾ വരണ്ടേ. ഓടിപ്പോയി GPയുടെ അടുത്തുനിന്ന് ആ ഒരു സമ്മാനം വാങ്ങിച്ചോണ്ട് വന്നേ. ഏറ്റവും മികച്ച പ്രപ്പോസൽ നടത്തിയ ആൾക്ക് ഒരു ഉഗ്രൻ ഗിഫ്റ്റ് ഉണ്ട്. കേരളത്തിലെ നമ്പർ 1 സ്നാക്ക് ഫുഡ് ബ്രാൻഡായ ഫുഡ് ലോക്കറിന്റെ ഒരു സമ്മാനം. അപ്പൊ അടിപൊളിയായിട്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇങ്ങനെ നടക്കാണ്. വാട്ട് ഇസ് നെക്സ്റ്റ് നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആ ഒരു ടാസ്കിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ക്യാരക്ടർ ചലഞ്ച് റൗണ്ട് ആണ് അടുത്തായിട്ട് വരാൻ പോകുന്നത്. ക്യാരക്ടർ ചലഞ്ച് റൗണ്ടിൽ നമ്മുടെ ക്യാരക്ടർ ചലഞ്ച് റൗണ്ട് ഭയങ്കര ഹിറ്റാണ്. ആ ക്യാരക്ടർ ചലഞ്ച് റൗണ്ടിൽ വരാൻ പോകുന്ന ആരൊക്കെയാണ് ഷിറ്റു? നമ്മുടെ സ്വന്തം രഞ്ജിത്ത് ആൻഡ് റിജി. വെൽക്കം. ഓ, ഇവളെ കാത്തിരുന്ന് പോയ മാത്രമല്ല ഞാനും മെലിഞ്ഞു തുടങ്ങി. നീ ഏതോളെ കാത്തിരിക്കുന്ന കാര്യം പറയണേ? അതൊക്കെ ഉണ്ട് എന്റെ ചേട്ടോ. എന്തോ ചുറ്റിക്കളിയാണല്ലോ. ഒരു ലൈനൊക്കെ ഉണ്ട്. ലൈനോ? ആ, അതിന് നീ മുട്ടന്ന് വിരിഞ്ഞോടാ? മുട്ട ഒരിച്ച എന്റെ ചോര ഒത്തിട്ടുണ്ടല്ലോ. അതല്ല, പ്രേമിക്കാൻ നിനക്ക് പ്രായമായോന്ന്. പ്രേമത്തിന് കണ്ണുമുക്കും പ്രായമൊന്നും ഇല്ലെന്ന് അറിയത്തില്ല ചേട്ടന്. ഇതൊന്നും അറിയാതെയാണ് ഈ കളസ് നോക്കിട്ട് വന്നിരിക്കുന്നത്. അല്ല, നിന്റെ പെങ്കൊച്ചിനെ കാണാൻ എങ്ങനുണ്ട്? സൂപ്പറാ, കണ്ടാലുണ്ടല്ലോ സൗഭാഗ്യയുടെ കണ്ണ്.
ഐശ്വര്യ റായിയുടെ ഫിഗർ, പിന്നെ നടത്തമുണ്ടല്ലോ നമ്മുടെ ദിവ്യാപ്പിള്ളെ പോലെ തന്നെയാ. ഓ അത്ര ഗ്രാമറാണ്. പിന്നെ അല്ലാതെ ഇപ്പൊ ഇങ്ങോട്ട് വരും, കേറി കൊത്തിയേക്കല്ലേ. ഇളം കാറ്റിലാടി വരുന്നു കിണുങ്ങി മിഴി മെല്ലെ തടുകി മധുരം ഉണയിൽ കനവിൽ മഴയിൽ. നീ എന്നാണ് ലേറ്റായേ? ഞാനാണോ ലേറ്റ് ആയത്? നീ അല്ലേ ലേറ്റ് ആയത്? ഇപ്പഴെങ്ങനെയാണ് നിന്നെ കെട്ടിക്കഴിഞ്ഞ അവസ്ഥ എന്നായിരിക്കും? അതെ ഈ പൊക്കം വെച്ചങ്ങോട്ട് വന്നു, ഞാനങ്ങ് സമ്മതിക്കേ. എടി സമയം നീണ്ടു നിവർന്ന് കിടക്കുവല്ലേ, ഞാൻ ജിമ്മിലൊക്കെ പോയി പൊക്കം വെച്ചോളാടി. എത്രയും പെട്ടെന്ന് ചെയ്യൂ കേട്ടോ. എന്നാടി നിനക്ക് ധൃതിയായോ കേട്ടാൻ? അതല്ലെന്നേ, പിന്നെ എന്റെ അമ്മാവന്റെ മോനെ എന്റെ മേലൊരു കണ്ണുണ്ട്. അവന്റെ 2 കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ടാണ് നിന്നെ ഞാൻ കേട്ടു. ഇത് സത്യം സത്യം. നിന്റെ കൈ ഇങ്ങ് കാണിച്ചേ. എന്തിനാ? സത്യം ചെയ്യ. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആണുങ്ങൾ കൈയൊന്നും കൊടുക്കരുത്. പോടാ അവിടുന്ന്. ആ പനിയും പാളി. പിന്നെ ക്രിസ്മസ് ആയിട്ട് എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്രിസ്മസ് ആയിട്ട് അച്ഛന് കേക്ക് മേച്ചും, പിന്നെ അമ്മ കള്ളപ്പം ഉണ്ടാക്കും, പിന്നെ ഞാനും ചേട്ടനും കൂടി മരത്തിന്റെ മുകളിൽ കയറിയിട്ട് നത്രം തൂക്കും. നത്രം ഇത് നമ്മളൊക്കെ ക്രിസ്മസിന് ഈ മരത്തിന്റെ മുകളിൽ ലൈറ്റൊക്കെ ഇട്ട് തൂക്കുന്ന സാധനമില്ല നത്രം. നത്ര വല്ലേടിയത് നത്തത്രം നത്തത്രം. ഇതുപോലെ മര്യാദ പറയാൻ അറിയത്തില്ലേ? പഠിപ്പിച്ചു എന്നാലേ ക്രിസ്മസ് ആയിട്ട് ഞാനൊരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുവാ? എന്നാടാ ഇത്? തുറന്നു നോക്ക്. ക്രിസ്മസ് കാർഡ്. ക്രിസ്മസ് കാർഡ്. പിന്നെ എന്നത്തെ കത്തൊക്കെ സർപ്രൈസാ. വായിച്ചു നോക്ക. എന്റെ പന്ന പ്രയാസത്തിന് എടി എന്റെ പ്രാണം പ്രേസിക്കുന്ന അടിയേക്കുന്നത്. ഇതുപോലെ മര്യാദ വായിക്കാൻ അറിയത്തില്ലേ? അപ്പൊ വളവറ്റ സ്നേഹവും വളവിറ്റ് മാല വിറ്റ ഒന്നല്ല, എന്റെ അളവുറ്റ സ്നേഹത്തിന്. നിനക്ക് മനസ്സിലായില്ലേ? മസിലൊക്കെ വരുവോടി, ഞാൻ ജിമ്മിലൊക്കെ ഒന്ന് പോട്ടറേ. അതല്ലടാ, പിന്നെ നീ ഇത് എഴുതി വെച്ചേക്കുന്ന കണ്ടോ? എനിക്ക് മനസ്സിലായില്ലോ. എടി നിനക്ക് മനസ്സിലാകുന്നില്ലേ നാടി? നെയ്മീൻ പറഞ്ഞ പോലെ. നെയ്മീൻ അല്ലടി, നത്തോലി നത്തോലി. എടി മൊയ്തീൻ പറഞ്ഞ പോലെ അടുത്ത ഡയലോഗാ വരുന്നേ. ഈ പുഴ കുറച്ചാൽ അപകടകാരിയാണ്. എന്റെ ദൈവമേ, ഇവളെ എന്നാക്കി വായിക്കുന്നേ? എടി പുഴയുടെ കര പിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടലാ നാടി. കാഞ്ചന കണ്ണനുള്ളതാന്ന് പറ. ആരായി കാഞ്ചന? എടി ഡയലോഗ് എഴുതിയ ഫ്ലോയ്ക്ക്, എഴുതിയ ഫ്ലോയ്ക്ക് അങ്ങ് മാറിപ്പോയതാടി. നിന്റെ പേരായിരുന്നു അവിടെ എഴുതത്തെ. ഇല്ല എനിക്കറിയാം. എടി സോറി എടി. ഇല്ല എനിക്കറിയാം. നിനക്ക് 2Bയിലെ ലക്ഷ്മിയെ, നിനക്ക് 2Bയിലെ ഹിമ, പിന്നെ 3Bയിലെ ഷജിനെ ഒക്കെ ഇഷ്ടം. എനിക്ക് വേണ്ടി കാട് നിന്റെ സ്വഭാവം എന്താന്ന് പെണങ്ങല്ലേടി. എടി നിന്റെ പേര് വിട്ടുപോയതാടി ഞാന്. നിന്റെ പിണക്കം മാറ്റാൻ ഞാൻ സൂത്രം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇതെന്നാ നോക്കിക്കേ. അവന്റെ പൊന്നങ്ങനെ പിണങ്ങാനെ ഒരു മുട്ടയൊക്കെ തിന്നേ. ഓ ഇങ്ങനെ തുടങ്ങി എന്നെ ജീവന് മുട്ടായി തിന്ന. നീ തിന്നിട്ട് പകുതി എനിക്ക് തന്നാ മതി. പകുതി മതിയോ? ഇത്ര സ്നേഹമാണോ? എന്നാടി പ്രശ്നം? ഒന്നും തന്നില്ലല്ലോ. എടി പകുതി ആവട്ടെ, ഞാൻ തരാടി. എടി പകുതി ആവട്ടെ. അറിയാതെടി, നാട്ടുകാര് മൊത്തം കാണൂടി. എടി ഡി സാർ ഉമേഷ് സാർ ഇപ്പൊ കേറി വരൂടി. എടി ഈ വഴിയാടി വരുന്നവര്. അവിടെ പോവാണോ? വൈകിട്ട് കാണാം. 2 കോലുമുട്ടായി വാങ്ങി വെച്ചേക്കാം. അങ്ങനെ ഒരുത്തിയെ പറഞ്ഞു വിട്ടു. ഇനി ആ അപർണ കൊച്ചു വരുവായിരുന്നെങ്കിൽ അവക്കിത് കൊടുത്ത് സെറ്റപ്പാക്കാം. ഇനി അവളെ കാത്ത് എത്ര നേരം ഇരിക്കണോ ആവോ?
പെർഫോമൻസിനെ പറ്റിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഇനി ഒരു പെർഫോമൻസ് കൂടെ വരാനുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ 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 ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടെ പൊക്ക. താങ്ക് യു. ഓക്കെ ഷിട്ടു, നെക്സ്റ്റ് ആരാണ് വരുന്നത് നമ്മുടെ ക്യാരക്ടർ ചാലഞ്ച് റൗണ്ടില്? ക്യാരക്ടർ ചാലഞ്ച് റൗണ്ടില് നമ്മുടെ രഞ്ജിത്തിനെ രുചിയെ നേരിടാൻ ഓക്കെ അടുത്ത 2 കിടിലൻ മേക്ക് ഓവർ ചെയ്ത ആൾക്കാരാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം നിഖിൽ ആൻഡ് ലെന. Mrs. Saradas? Emergency business. You are under arrest. എടാ കുഞ്ഞ, ഓ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അമ്മ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലേ അമ്മ? ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞെങ്കിൽ എന്താ, 2 മാസം കൂടെ കഴിഞ്ഞ വലിയ പരീക്ഷയാ. നീ അപ്പുറത്തെ വീട്ടിലെ ലെനക്കൊച്ചിനെ കണ്ടോ? രാവിലെ മുതലിരുന്ന് പഠിക്കുക. നീ ഇങ്ങനെ കളിച്ച് നടന്നോ? ഓ ഞാനും പഠിക്കേന്നെ. മഞ്ഞടി തൂവൽ കൊണ്ടൊരു കൂടൊരു കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ കുഞ്ഞു കിടന്ന് കരഞ്ഞിട്ടും തീവണ്ടിക്ക് കുഞ്ഞു. Twinkle, twinkle, little star, how I wonder what you are. അമ്മ, അപ്പുറത്തെ വീട്ടിലെ ലെനാഷ്മ നമ്മുടെ പേരെടുത്ത് കയറിയേ. No, Shandy, Nicholas is lying. ഞാൻ കേറിയിട്ടില്ല. ഓ, അവളെ ഒരു ഇംഗ്ലീഷ്. എന്റെ കൂടെ നഴ്സറിയിൽ ഉപ്പുമാവും പഞ്ചാരം തിന്നോണ്ട് നടന്നവൾ. അവള് CBSE സ്കൂളിൽ പോയി. അതിനുശേഷം അവൾ ഇംഗ്ലീഷേ പറയും. എനിക്കും അറിയാടി ഇംഗ്ലീഷ്. പിന്നെ നിനക്ക് എന്തറിയാം? നിനക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു ഞാൻ പറയാനല്ലേ അറിയും. നിനക്ക് ഒരു പുണ്ണാക്കും അറിയില്ല, എനിക്കറിയാതെ. നീ എന്നെ കൂടുതൽ കളിയാക്കിയൊന്നും വേണ്ട. നീ ഇനി വരുമല്ലോ കളിപ്പാറ്റം വേണമെന്ന് പറഞ്ഞ് ഞാൻ ഒന്നും തരത്തില്ലടി നിനക്ക്. പൊലിച്ച നിന്റെ എന്തോ ഉണ്ട്, നിന്റെ ഒരു ചുക്കും ഇല്ലെന്ന് എനിക്കറിയാം. എന്റെ ഒന്നുമില്ലേ? നീ ഇത് കണ്ട? എന്റെ പന്തുണ്ടടി, ഓല പന്ത്. അത് പത്ര കണ്ട? പീപ്പി പീപ്പി പീപ്പി. ായിരുന്നു നിന്നെ ഞാൻ. കഴിഞ്ഞു. സുരേഷ് ഗോപി അറിയാമോ? സുരേഷ് ഗോപി, സുരേഷ് ഗോപിയുടെ അതായത് മോഹൻ തോമസിന്റെ നിനക്ക് ആ പേര് ചേരൂ. ഐഡിയ. നിഖിലേശ എനിക്ക് ഇത്തിരി സിപ്പപ്പ് തരുമോ? നിനക്ക് ഞാൻ ഈ സിപ്പപ്പ് തരൂല. നിഖിലേശ പ്ലീസ്, നിഖിലേശ തരുമോ? എനിക്കൊരു എന്താ ഒരു ഉമ്മയോ? അതെന്തിനോ? അത് ഇന്നലെ വീട്ടില് അച്ഛൻ വന്നപ്പോ മസാല ദോശ മേടിച്ചോണ്ട് വന്നായിരുന്നേ. അപ്പൊ അമ്മ വേണോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു ഒരു ഉമ്മ തന്നാലേ തരുള്ളെന്ന്. അപ്പൊ അച്ഛൻ അമ്മ ഉമ്മ കൊടുത്തല്ലോ. അതുപോലെ നിനക്കിത് വേണമെങ്കിൽ എനിക്കൊരു ഉമ്മ തരണം. എനിക്കൊന്നും വേണ്ട, ഉമ്മ തരില്ല.
ഇത് നല്ലതാ, നല്ല രസവാ, നല്ല ഉമ്മ തന്നാ തരുവോ? ആരെങ്കിലും കാണും. ക്യാരക്ടർ ചാലഞ്ച് റൗണ്ടിൽ ഇപ്പൊ പെർഫോം ചെയ്ത 2 കപ്പിൾസിനെ ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? രഞ്ജിത്ത്, റിജി വരൂ. നിഖിൽ, come on. Come on. നിഖിൽ, ലെന, രഞ്ജിത്ത്, റിജി 4 പേരും ആടിച്ച് പൊളിച്ച് ഒരു രക്ഷയില്ലായിരുന്നു. ആടിപ്പൊളി. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് എക്സ്പേർട്സിനോട് ചോദിക്കാം. രണ്ടുപേരും റിജിയും ലെനയും അടിപൊളിയായിരുന്നു. ഐ ആബ്സല്യൂട്ട്ലി ലവ് യുവർ പെർഫോമൻസ്. നിങ്ങൾ നിഖിലും രഞ്ജിത്തേട്ടനും അടിപൊളി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എല്ലാരും നല്ല, എനിക്ക് ഒത്തിരി ചിരിച്ചു. ഒരുപാട് രസമുണ്ടായിരുന്നു കാണാൻ. തുടക്കത്തിൽ തന്നെ ആദ്യം പറയേണ്ട ഒരു കാര്യം, രണ്ടുപേരും ക്യാരക്ടർ റൗണ്ട് ആയതുകൊണ്ട് വന്ന് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ വേറെ ക്യാരക്ടേഴ്സ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതിന് മേക്കപ്പ് ടീമിനും നിങ്ങൾക്കും ഒരു വലിയ കയ്യടി. ഏറ്റവും രസമായി തോന്നിയത് നല്ല തോട്ടുമായിട്ടുണ്ട്, വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫുൾ സ്കിറ്റിലും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ 2 കാര്യങ്ങൾ എനിക്ക് ഒന്ന് കൂക്കു കൂക്കു തീവണ്ടിയുടെയും രണ്ടാമത്തത് PT മാഷിന്റെ വിസിലുമാണ്. അത് രണ്ടും മനോഹരമായിട്ടുള്ള എലമെന്റ്സ് ആയിരുന്നു. അതായിരുന്നു നിങ്ങളുടെ ടോട്ടൽ പെർഫോമൻസിന്റെ ഏറ്റവും നല്ല ലൈഫായിട്ട് തോന്നിയത്. ഇൻ ജനറൽ വെരി ഇൻട്രസ്റ്റിംഗ് പെർഫോമൻസ്. രഞ്ജിത്ത്, എനിക്ക് തുടക്കത്തിൽ തന്നെ എന്നെ ഏറ്റവും രസകരമായിട്ട് ഇംപ്രസ് ചെയ്ത് രഞ്ജിത്ത് വോയിസ് ഓവർ വെച്ചിട്ടാണ് തുടങ്ങിയത്. അവിടെ രഞ്ജിത്തിന്റെ വോയിസിന് ഒരു സ്വഭാവവും രഞ്ജിത്ത് അഭിനയിച്ചപ്പോൾ വേറൊരു സ്വഭാവമായിരുന്നു. ക്യാരക്ടർ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് അതാണ്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. സ്കേർട്ട് യൂസ് ചെയ്ത രീതി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ റിജിയുടെ കാര്യത്തിൽ, റിജി യു സ്റ്റോൾ ദ ഷൂ. ഞാൻ ആദ്യമായിട്ടാണ് റിജിനെ ഇത്രയും ഗംഭീരമായിട്ട് കാണുന്നത്. ഇടയിലൊക്കെ ഇടുന്ന ഫില്ലേഴ്സ് ആയിരുന്നു റിജിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ നാച്ചുറൽ ആയിട്ട് വന്നിരുന്നത്. കംപ്ലീറ്റ്ലി യു ആർ ഇൻ ടു ദ ക്യാരക്ടർ. ആ ക്യാരക്ടറിനെ ഇത്രയും അധികം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇൻഹിബിഷൻ ഇല്ലാതിരുന്നതും അത് ഇത്രയും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചതും. എനിക്ക് കൂടുതൽ എൻഗേജിങ് ആയി തോന്നിയത് നിങ്ങളുടെ സ്ക്രിപ്റ്റ് ആണ്. കാരണം ഇതിനകത്ത് ഡൾ മൊമെന്റ്സ് ഉണ്ടായിരുന്നില്ല. കാരണം ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് നിങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരുന്നിരുന്നു, സർപ്രൈസുകൾ തന്നുകൊണ്ടേയിരുന്നിരുന്നു. ടു ബി ഫ്രാങ്ക്, വലിയ എലമെന്റ്സ് ഇല്ലെങ്കിലും പെർഫോമൻസ് വൈസ് ആണ് നിങ്ങളത് രണ്ടുപേരും പുൾ ഓഫ് ചെയ്തത്. വളരെ മനോഹരമായിട്ടാണ്. അർജുൻ ആൻഡ് സൗഭാഗ്യം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ പൂര ചിരിയായിരുന്നു. ഓരോരോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുവായിരുന്നു രണ്ടുപേരും. പറയാം. ആ ബ്ലൂ പാൻസ് ഇട്ട കൊച്ചിറക്കനെ എനിക്ക് അറിയാം കേട്ടോ. മോഡൽ സ്കൂളിൽ പഠിച്ചൊരു അജീത് എന്നൊരു പയ്യൻ ഉണ്ടായിരുന്നു. ആർട്സ് കോളേജിലെ ചേട്ടന്മാരുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് എല്ലാം വലിയ പയ്യന്മാരെ തലയിലൊക്കെ ഇട്ട് അടിച്ചു കൊടുക്കും. നമുക്ക് ഈ പഠിക്കുന്ന സമയത്ത് ഇവന്റെ ചെവുക്കുട്ടി വരണം അടിച്ചു കൊടുക്കണം. ആ ചെറുക്കൻ വീണ്ടും ഇവിടെ വന്നിരിക്കണം. അജി, അവന്റെ പേരാണ് അജി. എനിക്ക് സെക്കൻഡ് സ്കിറ്റിൽ കുറെ കൂടെ റിലേറ്റ് ചെയ്യാം. എനിക്ക് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇങ്ങനെയുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അതെനിക്ക് കുറെ കൂടെ ഞാനിങ്ങനെ ആസ്വദിച്ചു. കൊച്ചുകുട്ടി അതല്ല, ഈ ടോയ്സ് കാണിച്ചുള്ള പൊങ്ങച്ചം കാണിക്കലുണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ടുണ്ട്. 2 സ്ക്രിപ്റ്റും അടിപൊളിയായിട്ടുണ്ട്. 2 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. അടിപൊളി. ഇവരിൽ ആരാണ്? രണ്ടുപേരും വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു. ക്യാരക്ടേഴ്സ് എല്ലാവരും ആയി മാറാൻ സാധിച്ചു. പക്ഷെ ഡൾ മൂമെന്റ്സ് നിങ്ങളെക്കാൾ കൂടുതൽ കുറവായിരുന്നു ആ സെഗ്മെന്റ് എന്നുള്ളത് കൊണ്ടും റിജി എന്നുള്ള സൂപ്പർ സ്റ്റാറിന്റെ പ്രസൻസും കാരണം ആ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് സ്കിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്യാരക്ടർ റൗണ്ടിൽ ബെസ്റ്റ് ക്യാരക്ടർ ആയിട്ട് ഞാൻ ഈ ടീമിനെ. ഇനി നമുക്ക് വിന്നേഴ്സിനുള്ള സമ്മാനം വാങ്ങിക്കട്ടെ. ഓക്കെ, രണ്ടുപേരും പോയി ജിപേടെ സമ്മാനം വാങ്ങിക്കൂ. ക്യാരക്ടർ ചാലഞ്ച് റൗണ്ടില് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത രഞ്ജിത്തിനും റിജിക്കും കേരളത്തിലെ നമ്പർ 1 സ്നാക്ക് ഫുഡ് ബ്രാൻഡായ ഫുഡ് ലോക്കറിന്റെ ഒരു അടിപൊളി ഹാപ്പർ. Welcome back to Cutie the Beauty Soap and BS Vinoni Hair Color Shampoo. Co-presents Mr. and Mrs. Blockbuster partner MyG, My Generation Detail Hub, co-powered by Asian Paints, Ultimate Antiseptic Disinfectant Liquid, Foot Locker, Bhima Jewels. Special partner Sopic, Vigaland Homes and Kairali Jewelers. നല്ല അടിപൊളി ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ നമ്മൾ പോകാൻ പോകുന്നത്. ഫൈബർ ടെക്നോളജി ഉള്ള ഏഷ്യൻ പെയിന്റ്സ് Ultima Protect proudly presents Ultimate Comedy Couple Round. ഇവലക്കായി
അടുക്കളയിലേക്ക് പോകുന്നതേ ഉള്ളൂ അമ്മേ. അതെ അമ്മേ, ഉണർന്നതേ ഉള്ളൂ. ഏട്ടാ, നീ കുഞ്ഞിനെ കുളിപ്പിച്ചോ? ഇല്ല. എന്തുകൊണ്ട് കുളിപ്പിച്ചില്ല? വെള്ളം ചൂടാക്കണം. വെള്ളം ചൂടാക്കണം. രാവിലെ അണിഞ്ഞൊരുങ്ങി നിൽക്കാറിയാലോ നിനക്ക്. നീ ഒരു അമ്മയാണോടി? ലജ്ജയില്ലാത്തവൻ. അവൾ എന്റെയും കൂടി കുട്ടിയല്ലേ ഏട്ടാ? നിന്റെയും കൂടി കുട്ടി. കേൾക്കരുത് എനിക്കത്. എന്റെ കൃഷ്ണ, ഉണ്ണിക്കണ്ണ, ആ ഹീറ്റർ ഒന്ന് ശരിയാക്കി തരണേ. എന്റെ താലി കാത്തോടണേ. ബാബുനോട് പറയാമേ തേങ്ങ എടുത്താന്. ഇവനൊക്കെ പൈസ എടുത്ത് എന്തിനാണ് വെച്ചിരിക്കുന്നേ? എന്തൊരു കഷ്ടമാ. ആ ഇന്ന് വിളിക്കാം. ഒന്നുമില്ല, തേങ്ങ എടുത്തുന്ന കാര്യം പറഞ്ഞതാ. ആ ഇറേടാ. പിന്നെ നേരം പരവരെ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ അടുപ്പിക്കിടന്ന് ഊതാൻ പോവാ. എന്തുവാ ഇത്? എനിക്ക് ഞാനൊരു മനുഷ്യനാ. കഴിക്കാനൊന്നും ആയില്ല. ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആവും. ഞങ്ങളുടെ പള്ളി വെച്ച് തുപ്പി അങ്ങോട്ട് മാറി നിൽക്കും. കൊച്ചിനും വെച്ച് കുച്ചിനെ കുളിപ്പിച്ചിട്ട്. കൊള്ളാം കൊള്ളാം. നല്ലോണം എല്ലാം വെക്കണേ. റിയൽ ലൈഫ് ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. റിയലിസം വെച്ചിട്ട് കൂടിപ്പോയോ എന്നൊരു സംശയം. ആ ശല്യം എടുത്ത് മൂക്ക് തുടയ്ക്കുന്നു. ശരിക്കുള്ള DP പുറത്തേക്ക് ശരിക്കുള്ള DPനെ ഇവരാരും കണ്ടിട്ടില്ല എന്റെ ജീവ. അതെ, തീർച്ചയായിട്ടും. എനിക്ക് ആ കോൺസെപ്റ്റ് ഒത്തിരി ഇഷ്ടമായി. ആ സ്റ്റോറി ലൈനൊക്കെ വെരി നൈസ്. ബാക്കി രണ്ടിന്റെയും തമ്മിലുള്ള വേരിയേഷൻ ആണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു GP, താങ്ക് യു DP. അർജുന, സൗഭാഗ്യ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? ഓ എന്താ വായിരുന്നത്, അടിച്ച് പൊളിച്ചില്ലയോ? എന്താ ഇത്, നിങ്ങൾ വന്ന് നിന്നാൽ തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ചിരി വരും കേട്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട്. നിങ്ങളുടെ എല്ലാ വീഡിയോസും അങ്ങനെ തന്നെയാണ്. അതേ ഒരു ഫീൽ തന്നെയായിരുന്നു ഇത് കണ്ടപ്പോൾ. ഇത് നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇത് വേറെ ആർക്കും പറ്റില്ല ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇനി മാർക്സിലേക്ക് പോവാണ്. GP, DP ഈ ഒരു പെർഫോമൻസിന് ഞങ്ങൾ കൊടുക്കുന്ന മാർക്ക് 8.5 ഔട്ട് ഓഫ് 10. ഒരു ചെറിയൊരു മരുന്ന് ടാസ്ക് കൊടുക്കാൻ പോകണം. മരുന്ന് ടാസ്ക് കൊടുക്കാനുള്ള സമയമാണ്. ഓക്കെ, ഈ ടാസ്കിന്റെ പേരെന്ന് പറയുന്നത് ടേസ്റ്റ് ചാലഞ്ച്. അപ്പൊ ഈ ഒരു ടേസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത്, ഈ ഒരു ടാസ്ക് ചെയ്യാൻ നമ്മുടെ ഈ വേദിയിലേക്ക് ഞാൻ വിളിക്കുന്നത് അർജുനെ സൗഭാഗ്യാണ്. കമോൺ, വരൂ, നല്ല കൈയടി. അപ്പൊ ടേസ്റ്റ് ചാലഞ്ചിനാണ് രണ്ടുപേരും വന്നിരിക്കുന്നത്. ചാലഞ്ച് എന്താണെന്നും അറിയത്തില്ലല്ലോ, നമ്മൾ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞല്ലേ ചിട്ടോ? പ്രോപ്പർട്ടീസ് പ്ലീസ്. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടീസ് എത്തിയിട്ടുണ്ട്. ഈ ഒരു ടേസ്റ്റ് ചാലഞ്ചില് സൗഭാഗ്യയും അതേപോലെ തന്നെ അർജുനെയും ചാലഞ്ച് ചെയ്യാൻ വിളിക്കുന്നത് എക്സ്പ്രഷൻ കിങ് മീറ്റ് ആൻഡ് മെറി. കം ഓൺ. ഇനി ചാലഞ്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ പോവുകയാണ്. ചേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്യൂ എന്താണ് ചാലഞ്ച് എന്നുള്ളത്. ഇവിടെ കുറച്ച് സാധനങ്ങള് നമ്മളിങ്ങനെ അടച്ച് മൂടി വെച്ചിട്ടുണ്ട്, കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭാര്യ ഒരു സൈഡിൽ നിൽക്കുക, ഭർത്താവ് ഒരു സൈഡിൽ നിൽക്കുക. ഓരോരുത്തരും, ഭാര്യയും ഭർത്താവും ഓരോ സാധനങ്ങൾ ഇങ്ങനെ തുറന്നു നോക്കി അതിന്റെ ടേസ്റ്റ് എക്സ്പ്രഷനിലൂടെ ഭർത്താവിന് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ നല്ല ഗൈഡോടുകൂടി നമുക്ക് ടേസ്റ്റ് ചാലഞ്ച് തുടങ്ങാം. ആദ്യം ചെയ്യാൻ പോകുന്നത് അർജുനാണ്. അർജുന് ആദ്യത്തെ ഐറ്റം എന്താണെന്ന് കാണിച്ചു കൊടുക്കും. ഓക്കെ, ആദ്യത്തെ ഐറ്റത്തിന്റെ എക്സ്പ്രഷൻ പോരട്ടെ. ഒറ്റ ഐറ്റം, ഒറ്റ പ്രാവശ്യം പറഞ്ഞു. ഒറ്റ പ്രാവശ്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞു? ആ പറഞ്ഞു പറഞ്ഞു. ഉപ്പ്. ഉപ്പ്. ഓക്കെ, വളരെ മനോഹരമായിട്ട് ഉണ്ട്. അടുത്ത ഇതിലേക്ക് പോവാം. നീത്തെ എക്സ്പ്രഷൻ മാത്രം, ടേസ്റ്റിന്റെ എക്സ്പ്രഷൻ മാത്രം.
അടിപൊളി. ഓക്കെ ഓക്കെ, അങ്ങനെ വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ. അതെന്താണത്? പുളിന് വരും. പുളി എക്സ്പ്രഷൻ മനസ്സിലായല്ലോ. ഓക്കെ മീത്തെ, അടുത്ത ഐറ്റം. അത് കലക്കും. മുളകാകാതിരിക്കാം. ഇനി നമുക്ക് 2 ഐറ്റം ഉണ്ട്. അത് ഭാര്യമാരെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യിപ്പിച്ചാലോ? ഓക്കെ, അങ്ങനെയാണ്. സൗഭാഗ്യം വരൂ. ഇവിടുന്ന് സൗഭാഗ്യം കാണിക്കും. ഓക്കെ, റെഡി? ഇഞ്ചിയോ? കഴിഞ്ഞു. റെഡി? അടുത്ത മെറി. ലാസ്റ്റ് ഐറ്റം. കിട്ടി. മധുരം കഴിഞ്ഞു. മധുരം ടേസ്റ്റ് ആയിരുന്നു. മധുരം. അപ്പൊ ടേസ്റ്റ് ചലഞ്ചിന് പങ്കെടുത്ത 2 കപ്പിൾസിനും നല്ല കൈഡി. ഓക്കെ, GP, ഇവരിൽ ആരാണ് ഈ ടേസ്റ്റ് ചലഞ്ചിൽ ഇന്ന് വിന്നർ ആയിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും മീത്ത് ആൻഡ് മെറി ടീമിലാണ് കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്നുള്ളതുകൊണ്ട് അവരാണ് ഇതിനകത്ത് മാക്സിമം പോയിന്റ്സ് വാങ്ങിയിരിക്കുന്നത്. സൗഭാഗ്യക്കും അർജുനും മീത്തിനും മെറിക്കും നല്ല കൈഡി. 2 പേർക്കും സീറ്റിലേക്ക് തിരിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മുടെ ക്രിസ്മസ് എപ്പിസോഡ് ഫുൾ കളർ ആയിരുന്നു തോന്നുന്നു. അടിപൊളി ഒരു എപ്പിസോഡായിരുന്നു. അതെ, കംപ്ലീറ്റ് ഒരു ഡാൻസ് മയമായിരുന്നു എപ്പിസോഡിൽ. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ കപ്പിൾസിനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ഒരുപാട് സന്തോഷം നിങ്ങൾ വന്നിട്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസ് ആയിരുന്നു. അപ്പം ഇത്രയും ജോഷുള്ള ഒരു ഇത്രയും കപ്പിൾസിന്റെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ജി കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഷോയിൽ കൂടെയാണ് ഞാൻ വരുന്നത് ജി കേരളത്തിൽ. അപ്പോൾ അത് തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫസ്റ്റ് ക്രിസ്മസ് ഈ ഒരു ഷോയിൽ കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഒത്തിരി സന്തോഷമുണ്ട് സൗഭാഗ്യൻ അർജുൻ നമ്മുടെ സിയുടെ ഭാഗമായതിൽ. നിങ്ങളാണ് ഈ ഒരു ചാലഞ്ചിന് തുടക്കം കുറിച്ചത്. ഇവർക്കൊരു ടെസ്റ്റ് ഡോസ് പോലെയാണ് വന്നതെങ്കിലും നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ കണ്ടസ്റ്റൻസിനെ ചലഞ്ച് ചെയ്യാനായിട്ടുള്ള റിയൽ കപ്പിൾസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും എപ്പിസോഡുകളിൽ അവർ നിങ്ങളെ ചലഞ്ച് ചെയ്യാനായിട്ട് വരും. ഇതൊരു തുടക്കം മാത്രം. ഒരുപാട് ഇഷ്ടപ്പെട്ട GP നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. കൂടെ DP വരും. നമുക്ക് മൊത്തം ഒരു ജഗബോഗയാവും. DP വെൽക്കം. നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് തുടങ്ങിയത് നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഡാൻസുമായിട്ടാണ് അല്ലെ. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പോകുമ്പോഴും അവര് നമ്മളോട് വേണം. ഞാൻ അവരെ ഒരു ജോഡികള് ഒരു ലോഡ് ആൾക്കാർ ഞാൻ ഇങ്ങോട്ട് വിളിക്കാണ്. നമ്മളെല്ലാരും വരൂ. ഇതേപോലെ കൂക്കലും ബഹളവും വിളിയും ടാസ്കും ഒക്കെ ആയിട്ട് ഞങ്ങൾ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്താണ്. ഇതിനും ഇരട്ടിയായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഫാമിലി. ദിസ് ഈസ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ആൻഡ് BSY നോനി ഹെയർ കളർ ഷാംപൂ കോ പ്രസൻസ് മിസ്റ്റർ ആൻഡ് മിസ്സസ്. ബ്ലോക്ക്ബസ്റ്റർ പാർട്ണർ മൈ ജനറേഷൻ ഡീറ്റെയിൽ ഹെൽപ്പ് കോ പവർഡ് ബൈ ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമേറ്റ് ആന്റിസെപ്റ്റിക് ഡിസിൻഫെക്ടന്റ് ലിക്വിഡ് ഫുഡ് ലോക്കർ ഭീമ ജുവൽസ്. Special partner Sopic, Vigaland Homes and Kairali Jewelers. Good night. Bye. Merry Christmas.